മമ്മിയുടെ കുക്ക് ഭയങ്കര കുക്കല്ലേ. അടിപൊളിയാ. ഈ ഒരു ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഇത് വലിയൊരു ഇതാണ്. ഇച്ചിരി കടിച്ചിട്ട് അങ്ങോട്ട് വരുന്നില്ല. ഇത്തിരി മുറ്റ. ഇന്നത്തെ സ്പെഷ്യൽ തന്നെ മമ്മി. എല്ലും കപ്പ് ഇടല്ലേ ഇടല്ലേ. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് ഒന്നുകൂടി പറഞ്ഞേ. ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇവിടെ കാണാനല്ലോ. ഇപ്പം അപ്രത്യക്ഷമാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ കറിവേപ്പില വരും. തൽക്കാലം നിങ്ങൾ ഓക്കെ, മമ്മിയുടെ ചട്ടി കഴിയാൻ തുടങ്ങുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, സബോള ഇത്ര സാധനം ഇതിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ക്രഷ് ചെയ്തു. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റുക. മമ്മിയുടെ ഈ സ്ഥലത്തുള്ള സാധനം എവിടെ പോയി? അതൊക്കെ പറഞ്ഞു പോയി. കമ്മല് പോയ പോലെ. ഒരെണ്ണം മാത്രമുള്ളല്ലോ ഇപ്പൊ. കാത് പറഞ്ഞു പോയ പോലെ. അതിനെ ഉപ്പ് വരെ ഇട്ടു. ഓക്കെ, അപ്പൊ ഉപ്പിട്ട് ഈ സംഭവം ഒക്കെ കൂടി ഒന്ന് വഴറ്റുക. ഏത് സ്റ്റൈല്? കോട്ടയം സ്റ്റൈല് ഓർ ഇടുക്കി സ്റ്റൈല്? മമ്മി സത്യത്തിൽ എവിടെ ഉണ്ടായേ? അവിടെ ഉണ്ടായിട്ട് മമ്മി എവിടെ വളർന്ന്? മമ്മി ഉണ്ടായത് അവിടെയാണേലും വളർന്നതൊക്കെ പാലക്കാടാ. അയ്യോ, എന്നിട്ട് പിന്നെ ആ പാവ അമ്മ അവിടത്തെ രീതിയിൽ ഉണ്ടാക്കി പഠിപ്പിച്ചത് കൊണ്ട് അതുപോലെയൊക്കെ ഉണ്ടാക്കുന്നു. അപ്പൊ ഇടുക്കിയ എല്ലാം തന്നെ പഠിച്ചോ? സ്വന്തം പൊക്കി അങ്ങ് പോവുക. ഞാൻ പപ്പേനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ മമ്മിയുടെ കുക്കിംഗ് എങ്ങനെയുണ്ടെന്ന്. പപ്പ എവിടെ പോയി? അത് പൊതുവെ എല്ലാവരും അങ്ങനെയെന്ന് തോന്നുന്നുണ്ട്. പപ്പ എന്തിയെ? പപ്പേനെ നോക്കിട്ട് വരട്ടെ. അപ്പൊ പാവം നമ്മുടെ പപ്പ ഇവിടെ ജാതിക്കാത്തോട്ടത്തിൽ എന്താ ജോതിക്ക പറക്കുന്നു. എനിക്ക് വയ്യ. ഇവിടെ വന്നപ്പേ ഒരു കാര്യം ചോദിക്കാൻ വന്ന ഞാൻ. മമ്മിയുടെ കുക്കിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് പറയാമോ? മമ്മിയുടെ കുക്കാണ് കുക്ക്. കൊക്കോ? മമ്മി എന്നിട്ട് മമ്മീനെ നോക്കുക. മമ്മി മാറിക്കഴിഞ്ഞാൽ സത്യം പറയായിരുന്നു. മമ്മിയുടെ കുക്ക് ഭയങ്കര കുക്കല്ലേ. അടിപൊളിയാ. പപ്പയാണോ പഠിപ്പിച്ചു കൊടുത്തേ? അത് പിന്നെ അങ്ങനെയല്ലേ പറയത്തുള്ളൂ. അപ്പൊ നമ്മുടെ ജാതി മൊത്തം താഴെ വീണ് കിടപ്പുണ്ട്. ഒക്കെ പപ്പ പറക്കിക്കൊണ്ടിരിക്കുകയാണ്. പപ്പ ഇനി മൊത്തം പറക്കിയിട്ടേ വരുള്ള. എന്നാ പിന്നെ ഞാൻ പയ്യെ അങ്ങോട്ട് മുങ്ങട്ടെ. ഇങ്ങനെയാണ് നമ്മുടെ വീടിന്റെ സൈഡൊക്കെ. നിറയെ റബ്ബറും തോട്ടം, ജാതിത്തോട്ടം. ഇതെന്തുവായിരുന്നു? ഇതെന്താന്ന് എനിക്ക് അറിയത്തില്ല. ഇത് പനയല്ലേ? പനയുടെ എന്തോ കുഞ്ഞ്. അങ്ങനെ മൊത്തം പച്ചപ്പും ഹരിതാപമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ അവൻ ഇവിടെ വന്നപ്പോ തൊട്ട് ഒരേ ഒരു തൊഴിലേ ഉള്ളൂ. മുറ്റത്ത് വെള്ളം കൊണ്ടൊഴിക്കുക, കുത്തുക. ഹായ്, എന്താ പരിപാടി? മൊത്തം വെള്ളം ഒഴിക്കുക. ഉറുമ്പ് പോകുന്നുണ്ട്. ചെരുപ്പിടായിരുന്നില്ലേ? ഇല്ല, ശരിയാവില്ല. ഇപ്പൊ എന്റെ ബ്രദറ് അങ്ങ് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് കോലാഹലങ്ങളാണ് ഈ ഭാഗങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് നീ വല്ല പിടികിട്ടാപ്പുള്ളി വല്ലതാണോ? നീ ഒളിഞ്ഞിരിക്കണേ. എടാ, എന്നെ കുറിച്ച് നല്ല അഭിപ്രായം പറയണം. എടാ, പൊന്നണിയോട് പറഞ്ഞത് ആലോചിച്ചിട്ട് എടാ, നിന്നോട് അങ്ങനെയല്ല, ഒരു മര്യാദക്ക് പറയടാ. പൊക്കി പറയടാ. ഈ ഒരു ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഇത് വലിയൊരു ഇതാണ്. ഇതൊരു വലിയൊരു ഇതാണ്. ഇതിനെ പറ്റി പറയാനായിട്ട് പ്രത്യേകിച്ച് ഇതില്ലായിരിക്കും. ഇവ മിക്കവാറും നന്നാക്കും എന്തെങ്കിലും. ഈ പരിപാടി തുടങ്ങിയപ്പോ ടോയ്ലറ്റിൽ പോലും പോകാൻ പറ്റുന്നില്ല. ഞാൻ തന്നെ ഡ്രസ് ഇട്ടാ കുളിച്ച് ഒരുത്തൻ ബാത്റൂമിൽ വരെ ഡ്രസ് ഇട്ട് പോയത്. എന്നാ ശരി, എന്നാ ആ കുരിപ്പിനെ ഒന്ന് നോക്കിക്കോണേ. അപ്പൊ വീണ്ടും അടുക്കളയിലോട്ട് പോട്ടെ. എന്തായി മമ്മി? ഇതിനകത്ത് ഇടേണ്ട സാധനം, ഇതിലിടേണ്ട സാധനങ്ങൾ. സോറി,
മല്ലി, മുളക്, മഞ്ഞൾ, ഇതൊക്കെ എനിക്കറിയാം എന്റെ മമ്മി. ഈ സാധനം എന്തെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പയ്യൊന്നും വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ. ജസ്റ്റ് വെറുതെ ഒന്നുമില്ലാണ്ട് ചുമ്മാ ചൂടാക്കണം. ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ആ ഉണ്ട്. ഞാനിങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ എല്ലാം കൂടി കുക്കറിൽ ഇട്ടിട്ട് വിസിലടിക്കുന്ന പരിപാടിയാണ്. ഈ ഉടായ്പ പരിപാടിയല്ലേ. പിന്നെ അല്ലാണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അധികം മൂപ്പിച്ചുള്ള കാര്യമില്ല. ചുമ്മാ ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരു മണം വരും. പണ്ടൊക്കെ അമ്മ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വറുക്കുന്നതിനകത്ത് തന്നെ നമുക്ക് ഈ മല്ലി മൊത്തമുള്ള മല്ലിയില്ലേ, പിന്നെ മൊത്തം മുളകൊക്കെ മൊത്തത്തിൽ ഇട്ടിട്ടാണ് വറുത്തടിക്കുന്നത്. മണം വന്നുണ്ട്. മല്ലിപ്പൊടിയുടെ മണമാണല്ലോ വരണേ. മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ നല്ലതാ. മമ്മി എന്റെ മല്ലിപ്പൊടി കഴിഞ്ഞൂട്ടാ. ഇത് ചൂടാവട്ടെ അല്ലേ. മണം വരുന്നോടി. മണമുണ്ട്. തീ കുറച്ചിട്ടിരുന്നു. തീ കുറച്ചിടാവുള്ളൂ. ഇത് കരിയണോ അല്ല ഇച്ചിരി കളർ മാറണോ? ഒരു ചെറുതായിട്ട് എന്നാലേ ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ കപ്പയിൽ. വെളുത്തിരിക്കും. ഓക്കേ. ഞാൻ ഇതിന് കളർ വരാൻ വേണ്ടി മുളക് പൊടി വാരി ഇടുന്നത്. അപ്പൊ മുളക് പൊടി അല്ലായിരുന്നല്ലേ ഇടുന്നത്. ഞാൻ മുളക് പൊടി ഇട്ട് കളർ വരുത്തും. എന്നിട്ട് എന്താവും, എരിവാവും. സാധനം കഴിക്കുമ്പോ എരിവ് കൂടിപ്പോവും. പിന്നെ ഞാൻ കളർ വരുത്തല് നിർത്തി ഇപ്പൊ. ഓക്കെ, അത് സെറ്റായില്ലേ? ഒരു പുക വരുന്നുണ്ട്. ഓക്കെ, സെറ്റ്. ഇപ്പൊ ഇതിന്റെ മണം വേറെ മണമായി. ഓക്കെ. ഇപ്പൊ ഇതിനെ അരയ്ക്കോ? ഓക്കെ. എന്താ പറ്റിയപ്പോ? തിരുത്തോ? എന്തോ പറഞ്ഞത് പാളിപ്പോയിട്ടുണ്ട്. വീണ്ടും വന്ന് വിളിച്ചേക്കുക. മുളക് പൊടി നമ്മുടെ തേങ്ങയ്ക്കകത്ത് വറക്കണമെന്നല്ലേ പറഞ്ഞേ. അപ്പൊ അത് ഇല്ലേലും കുഴപ്പമില്ല. നമ്മൾ ഈ സാധനം ഇതിപ്പോ ഇറച്ചിട്ടേക്കുന്നുണ്ടോ അതിനകത്തേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇടുക. അപ്പൊ അരക്കുന്നില്ലേ? അരയ്ക്കാൻ പറ്റിയത് മാത്രം അരച്ചാൽ. അപ്പൊ എളുപ്പപ്പണി മാറ്റിയില്ലേ? മമ്മി ആരാ മുതല്. സമയം പോയില്ലേ, എല്ലാരും വിഷമിക്കില്ലേ തിന്നേ. അതുകൊണ്ടാ. അപ്പൊ നമ്മള് സമയം. അപ്പൊ തേങ്ങ പിന്നെ അരച്ചിട്ട് ഇതിലേക്ക് ഇട്ടാ മതി. തേങ്ങ ഇതിലോട്ട് അരച്ചിട്ട് ഇട്ടാ മതി എന്നല്ലേ പറഞ്ഞേ? വെന്ത് കഴിയുമ്പോ ഇച്ചിരി ഉടുപ്പോട്ട് ഇട്ടിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ. അപ്പൊ തേങ്ങ വറക്കണ്ടേ അമ്മി? പപ്പ വറക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ തേങ്ങ വറുത്തിട്ട് ഇത് വെന്ത് കഴിയുമ്പോ അരച്ച് ഇതിലോട്ട് ഇടുക. വെളിച്ചെണ്ണ ഇത്രയും നെയ്യുണ്ടല്ലോ മമ്മി, എന്നിട്ട് ഇനി വീണ്ടും വെളിച്ചെണ്ണ ഒഴിക്കണോ? നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ ഇതിന്റെ ഉള്ളിൽ വെളിച്ചെണ്ണയോ? മമ്മി എന്നാ മമ്മി പറയണത്? ഓ, കൈ എരിയാതിരിക്കാൻ. കുഞ്ഞു പറഞ്ഞല്ലേ, അതാണ് വിശ്വാസം എന്ന് പറഞ്ഞ പോലെ. ഞാൻ ഇവിടെ ഒരു ട്രിപ്പ് ഒതുക്കിയിട്ട് പോയതാട്ടാ. ഇപ്പൊ വീണ്ടും പഴയപടിയായി. നിന്റെ പോലെ പണി കഴിഞ്ഞിട്ട് ഇവിടെ ഒരാളുടെ പരിപാടിയൊന്നുമല്ല. നിന്റെ പോലെ ഫ്ലാറ്റില് നീ തന്നെ നിന്ന് ഒതുക്കി പറക്കി ഇവിടെ അതൊന്നും നടക്കില്ല കുഞ്ഞെ. ഓക്കെ, ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം. വേണം. കുറച്ച് വെള്ളം ഒഴിച്ചു അല്ലേ? ഇത് ഇത്ര വെള്ളമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോ മേളിൽ ഒഴിച്ചിട്ട് അത് പൊക്കത്തിന്ന് ഇറങ്ങി പോവാത്തോണ്ടാ അത്ര വെള്ളമുള്ളൂ. ഒരു ഗ്ലാസ് വെള്ളം. പിന്നെ വേവിക്കാൻ പോവല്ലേ? അപ്പൊ ഞാൻ പോയി കപ്പ നുറുക്കട്ടെ കേട്ടോ. ബാക്കി ഞാൻ മൊത്തം ഇതിനകത്ത് വേവിക്കൊന്നുമില്ല. ഇതൊരു 4 വിസിലടിക്കും. അതിനുശേഷം നമ്മുടെ ഉള്ളിച്ചട്ടിയിൽ ഇട്ടിട്ട് വേവിക്കാം. നമുക്കൊരു ടേസ്റ്റ് വരുള്ളൂ. കുക്കറിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടില്ല. എന്നാ ഞാൻ പോയിട്ടേ കപ്പ നുറുക്കട്ടെ. സ്കില്ലൊക്കെ ഉണ്ടല്ലോ. നേരത്തെ കാണിച്ചപ്പോ ഇതുപോലെ കാണിച്ചപ്പോ അല്ല താഴെ മൊത്തം പോയത്. ചുമ്മാ പറയരുത് കേട്ടാ. ഞാന് അത് ടീച്ചറിന്റെ ഇട്ടോണ്ടിരുന്ന് നുറുക്കുമായിരുന്നു. ആക്കാൻ വേണ്ടി തന്നെ ഇരിക്കുക. പ്രൊഫഷണൽ ആണ് ഞാൻ. ഇതൊക്കെ ഞാനിവിടെ ചെയ്തോണ്ടിരുന്നതാണ്.
നമ്മുടെ പറമ്പിലേക്ക് പോവാ. പറമ്പല്ല, ഇതിപ്പോ ശരിക്കും കാടായിട്ടിരിക്കുന്നു. എടാ ഇതെന്നാടാ ഇവിടെ ഇങ്ങനെ? ഇതൊക്കെ നട്ടതാരാന്ന്? നട്ടത് നീ? ഇവൻ നട്ട നാരങ്ങ. ഓ ഇവിടെ ഇത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതിനകത്ത് 2 പേരൊക്കെ ഉണ്ട്. ആഹാ, ഇത് ഫുള്ള് വെട്ടിക്കേണ്ടി വരും. ഇത് അവിടെ ആരോ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു മറ്റേ സംഭവം വെച്ചിട്ട്. അതുപോലെ മൊത്തം അടിച്ച് വൃത്തിയാക്കേണ്ടി വരും. ഇത് നല്ല സൂപ്പർ നാരങ്ങ. ഇതൊക്കെ കുറച്ചുകൂടി അല്ലേ വലുതാവുള്ളൂ? ഇത് ഒത്തിരി വലുതാവില്ലല്ലോ, ഈ സൈസ് ആവുള്ളൂ. എവിടെയാടാ മാങ്ങ ഉണ്ടെന്ന് പറഞ്ഞേ? ഇങ്ങനെ കേറി പോവാ. എന്തൊരു പച്ചപ്പും ഹരിതാപം. ഇവിടെ പച്ചപ്പ് മാത്രമേ ഉള്ളൂ. കുഞ്ഞി, ഞാനൊക്കെ ഇവിടെ കളിച്ച് വളർന്നതാ. ദാ പ്ലാവില് താഴെ ഒരു കമ്പില് ഊഞ്ഞലൊക്കെ കെട്ടി ഞങ്ങൾ ആടുന്നത്. ഇപ്പൊ അതില് കമ്പ് പോലും കാണാനില്ലല്ലോ. അതാ പറഞ്ഞ ഒരാളെ നിർത്തി ശ്രദ്ധിക്കട്ടെ, അത് വളമിട്ടിരിക്കുവായിരുന്നെങ്കിൽ നല്ലായിരുന്നല്ലോ. നിൽക്കുന്നു എന്റെ കെട്ടിയവനും പപ്പയും. എടാ നീ എവിടേക്കാടാ? മുടിയിൽ പിടിച്ച് അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പോകും. ഇതാണ് ഞങ്ങൾ കളിച്ചു വളർന്ന ഞങ്ങളുടെ സ്വന്തം തോട്ടം. ഇത് നമ്മുടെ സ്വന്തമല്ല. എന്ത് രസമല്ലേ, ഫുള്ള് പച്ചപ്പ്, അടിപൊളി. ഇതിങ്ങനെ വെന്ത് ഒരു ഹാഫ് കുക്കഡ് ആയിട്ടിരിക്കുമ്പോ എങ്ങനെ കാണിക്കണേ? ഇതിങ്ങനെ ഹാഫ് കുക്കായിട്ടിരിക്കുമ്പോ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ കിട്ടണ്ടേ? ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇത് കണ്ട ഈ എല്ലിൽ ഇങ്ങനെ ഇരിക്കണ സാധനം കിട്ടും. അതെനിക്ക് തരില്ല ഞാൻ. മതി. ഇതൊന്നും ആവില്ല, കുറച്ചുകൂടി എടുക്കടാ. അമ്മേ എനിക്ക് തോന്നുന്നില്ല. ഒരു കഷ്ണം താഴെ പോയി. ഈ കുഞ്ഞ് എന്റെ ബേളിൽ കയറി ഇരിക്കുവന്നേ. നീ എന്താ സോംബിയാ? ഇറങ്ങി പോടാ. മമ്മയെ കുട്ടി ഡ്രസ്സിൽ എടുത്തോണ്ട് പോ. ഞാൻ ഡ്രസ് എനിക്ക് വേണം. നീ തന്നെ തിന്നാനാ? വെക്കാറൊന്ന് കപ്പയെല്ലാം മുഴുകുമ്പത്തേനും ഒന്നും ഉണ്ടാക്കും. സാധനം ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഈ എല്ലിന്ന് കാലങ്ങൾക്ക് ശേഷം. അല്ല നിന്റെ ഇത് നോക്കട്ടെ, ഇത് നിങ്ങളുടെ തന്നെ. ഇല്ല, ഇത് നീ നേരത്തെ കടിച്ചാടാ. അത് കുഴപ്പമില്ല, ഇത് പെട്ടെന്ന് ഊരി വരും. അത് ഞാൻ രണ്ടാമത് കഴിച്ചോളാം. ഓക്കെ, എനിക്ക് സെറ്റ്. ഈ നെയ്യോടെ ഇങ്ങനെ എടുക്കണം. നമുക്ക് കിട്ടിയില്ലടാ. അങ്ങനത്തെ കിട്ടാൻ എളുപ്പം. ഞാനും പപ്പയും. നീ പക്ഷെ ഇങ്ങനെ വറുക്കാറില്ല അല്ലേ? ഞാൻ വേവുന്നതിന് മുമ്പേ തിന്നാറുള്ളൂ. ഞങ്ങൾക്ക് ഇത്രയാവുമ്പോ തിന്നണം, എന്നാലേ ഞങ്ങൾക്ക് ഒരു സമാധാനം ഉള്ളൂ. ഇതില് തന്നെ ഒരു 1/2 കിലോ നമ്മൾ കറക്റ്റാക്കും ആദ്യം. ഞാൻ കാറ്റിസം കഴിയണതിന് മുന്നേ നിന്റെ കാറ്റിസം കഴിയും. അപ്പൊ നീ ഇവിടെ വരുമ്പോ പപ്പയുടെ കൂടെ തിന്നു. ഞാൻ പിന്നെ കാറ്റിസം കഴിഞ്ഞ മമ്മിയുടെ കൂടെ അല്ലേ വരുന്നേ. ഓ അങ്ങനെ. അതൊക്കെ ഒരു കാലം. ജെസ്സി ആന്റി കപ്പയെല്ലാം ഉണ്ടാക്കുമ്പോഴത്തേനും മിക്കവാറും കഴിയും. തന്നെയാണ് നിന്റെ കണ്ണൊക്കെ പിടിച്ചിരിക്കണ. ഞാൻ ആ ഒരു ആസ്വാദന മൂടിലിരുന്ന് തിന്നായിരുന്നു. അപ്പൊ നോക്കിയപ്പോ അവനെ തന്നെ കണ്ട് മേടിച്ചു പോയി. ഏതാടാ ഈ വാലുമാക്രി? പണ്ടത്തെ അപ്പാപ്പന്മാരല്ലേ ചവക്കണ പോലെ ആൽബിൻ. എന്റെ കെട്ടിയോര് പിന്നെ ഇതൊന്നും വലിയ താല്പര്യമില്ല. എന്താ താല്പര്യമില്ലാത്തോണ്ടല്ല, വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ ഞാനിരിക്കണ ഇരിക്കണ്ടേ. ഇത് ഇവള് എന്നെ പിടിച്ചിരുത്തിയേക്കണതാ. നീ തന്നെ കുത്തി വെച്ചേ. മൈക്കൊക്കെ ഇട്ടിട്ട് അവളെന്നെ കുത്തി വെച്ചേക്കണ, ഞാൻ കുത്തി വെച്ചേക്കണൊന്നല്ല.
എനിക്ക് ഇതിന്റെ പരിപാടി ഒന്നും അറിയാൻ പാടില്ല എന്റെ പൊന്നു സാറേ. ഇതൊന്ന് തിന്നുവാന്ന് ചോദിച്ചാൽ എന്നെ പിടിച്ചോണ്ടിരുത്തിയതാ. തിന്നാൻ വിളിച്ചാ പിന്നെ ഇച്ചിരി ഇറച്ചി തരാൻ അവനവിടെ വന്നിരുന്നോളൂ കടന്ന്. അടുത്തത് മമ്മി അങ്ങനെയൊക്കെ പറയാം. ഞാവൽപ്പഴം. അയ്യോ മമ്മിയെ, നമ്മെ മുന്തിരി കുറച്ചെടുത്തല്ലോ. ഇന്നലെ മേടിച്ച ഞാവൽപ്പഴം. അയ്യോ പാട്ടി ആർത്തി മൂത്തട്ടെ അവിടെ വല്ലതും കിട്ടണ്ടേ ഞാവൽപ്പഴം. പക്ഷേ മധുരം ഉണ്ടല്ലോ. മധുരമൊക്കെ ഉണ്ടല്ലോ. ഇന്നലെ മേടിച്ച അത് ഇത് ഇരുന്ന് ഇച്ചിരി ഇതായി ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നു മമ്മി. ഇറച്ചി ഇച്ചിരി മുറ്റ വരുന്നില്ല. ഞാൻ കൊറേ നേരം ഇതും എടുത്ത് വലിക്കുന്നത്. നീ എന്താ വിചാരിച്ച ഞാനിത് കൈ പിടിച്ചിരിക്കുന്നുണ്ട്. ആവേശം തടുപ്പത്തൊന്ന് മാറിക്കൊണ്ടാവോ കടിക്കാൻ എന്തായാലും ഞാവൽപ്പഴം പപ്പേനെ രംഗപ്രവേശനം നടത്തേണ്ടി വരുമോ? എഴുന്നള്ളിക്കേണ്ടി വരും. പപ്പയാണെങ്കി ഉണ്ടല്ലോ ഇതൊക്കെ കെറുമുറുന്ന് പഠിച്ച് കടിച്ച് പറിച്ച്. പക്ഷെ കാറ്റിസം കഴിഞ്ഞ് വരുമ്പോ കിട്ടുന്ന ഒരു ഫീൽ കിട്ടുന്നില്ല. അത് കാര്യം ചെയ്യും. ആ പണ്ടത്തെ ഒരു കവറില്ലേ, റെഡ് കവർ, ആ ഇല്ലടാ വെന്തിട്ടുണ്ട്. പക്ഷെ ഈ ഇറച്ചി ഇത് ഇത്തിരി കട്ടിയുള്ള ഭാഗം, ഇത് കിട്ടത്തില്ല. എനിക്കറിയാം. ഇപ്പൊ സൗണ്ട് ആകാം. അപ്പ ഈ ഇറച്ചി എന്താ ഇച്ചിരി കടിച്ചിട്ട് അങ്ങോട്ട് വരുന്നില്ല. ഇത്തിരി മുറ്റ. അയ്യോ പപ്പയുടെ തല കളയാ. മൂത്ത പോത്തിന്റെ അത്. മൂത്ത പോത്ത് 2 പോത്തിരുന്ന് തിന്നിട്ട് അനങ്ങണില്ല. ഇതിലുള്ളതൊക്കെ അമ്മക്കി. എന്നിട്ട് ഇരുന്ന് ഡയലോഗ് അടിക്ക. എല്ല് പോലും ഇല്ല അതില്, ബാലൻസ്. അങ്ങോട്ട് തിരിച്ചു പിടിച്ച് കടിച്ചോ. ആ പോണ പോലെ അതിക്കൂടെ പോകട്ടെ. എന്നാലും ഇവനെ ഞാൻ വെറുതെ വിടില്ല. എന്തായി കഴിഞ്ഞോ? അത് ഞാൻ ഒരു വട്ടം എടുത്തായിരുന്നു. ഇതിനകത്തേക്ക് നമ്മൾ ഇച്ചിരി മസാലപ്പൊടി മസാലപ്പൊടി ആദ്യം കുറച്ചിടാം. പക്ഷെ അത് കഴിഞ്ഞ് ലാസ്റ്റ് വാങ്ങാറുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇപ്പം അടിച്ചതാ. ഇപ്പം ഫ്രഷ് കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ടു. അടിപൊളി. ഞാനിത് കുറച്ചിരുന്ന് കഴിച്ചു. കപ്പ കണ്ടില്ല. കപ്പ നല്ല വേവിച്ച് വെള്ളം ഊറ്റി. ഇനി ഇത് ഉടയ്ക്കണം. ഇത് ഉടച്ചിട്ട് അത് ഇടുക. എന്നിട്ട് ഒരുമിച്ച് ഇളക്കാണോ? ഇളക്കുകാര് അല്ല മമ്മി ഇളക്കാത്ത കൈ സൂക്ഷിച്ചോ. ആവി ഇതങ്ങോട്ട് നമ്മുടെ കപ്പയില്ല സെറ്റായില്ലേ? ഒന്ന് ടേസ്റ്റ് നോക്കൂപ്പേ. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? എനിക്ക് വയ്യ. പപ്പ അങ്ങനെ പറഞ്ഞില്ല. പപ്പ ഒളിച്ചിരുന്ന് കഴിക്കോടെ. കൊട്ട് തിരിഞ്ഞു നിന്നിട്ട് തട്ടി വിടുന്നു. അപ്പൊ നമുക്ക് വാഴയിലൊക്കെ സെറ്റാക്കി വാഴയിലക്കകത്ത് കഴിക്കാം. വാഴയില കൊണ്ടുപോയി കൊടുക്കാം. ഇവിടെ എല്ലാവരും എല്ല് വേവുമ്പോൾ ഓരോ പിഞ്ഞാണിക്കകത്ത് ഇതാണ് പരിപാടി. നമുക്ക് കഴിക്കാനുള്ള പരിപാടി നോക്കാം.
മനോഹരം മസാല ബദാം, മസാല മസാല. ഛേ, അങ്ങനെ എന്തൊക്കെയായിരുന്നല്ലോ. ശാന്തി, മനഃശാന്തി, ദുർബൽ. ഗൈസ്, ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് 2 വീഡിയോ മിസ്സായ കാര്യം മനസ്സിലായത്. കാരണം എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാണ്ട് വന്നപ്പം ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോസ് അറിയാണ്ട് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഷോർട്ട് വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ലാസ്റ്റ് കപ്പയിലും ലുക്ക് ദേ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. കുറേ നാൾ കൂടി മമ്മി ഉണ്ടാക്കി കഴിക്കുകയല്ലേ, അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ പറ്റും. നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.